ഹലോ ഫ്രണ്ട്സ്, അഞ്ജലിസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ള എഗ് നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നൂഡിൽസിന് വേണ്ട പ്ലെയിൻ നൂഡിൽസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പ്ലെയിൻ നൂഡിൽസ് വേണ്ടിയിട്ട് ഞാൻ ഹക്ക നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 200 ഗ്രാം ഉണ്ട്. ഇതിനുള്ള അളവാണ് പറയുന്നത് കേട്ടോ. ഇനി ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 മുട്ട, 2 മുട്ടയോ 3 മുട്ടയോ ചേർക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അധികമൊന്നും ചേർക്കുന്നില്ല. ഞാൻ ബീൻസ് ഒരു 8 എണ്ണം, അതുപോലെ ക്യാരറ്റ് ഒരെണ്ണം, പിന്നെ വെളുത്തുള്ളി ഒരു 8 അല്ലിയോളം ചെറുതാക്കി കട്ട് ചെയ്യും. പിന്നെ വേണ്ടത് ഒരു സവോള. ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ ഉപ്പ്, മുളക് പൊടി, നൂഡിൽസ് മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ നൂഡിൽസ് മസാല മുന്നേ മാർക്കറ്റിൽ നിന്ന് വാങ്ങാറുണ്ട്, പക്ഷേ അതുപോലത്തെ വാങ്ങുന്നത് നല്ലതല്ല തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ മല്ലിപ്പൊടി ചേർത്തു, ചിക്കൻ മസാല ചേർത്തു, പെപ്പർ പൗഡർ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തു. ചിക്കൻ മസാല ഞാൻ പറഞ്ഞോ, ആ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സോയാ സോസാണ്. സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക കേട്ടോ, നമ്മുടെ മസാലകളുടെ. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ്. അതും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നൂഡിൽസ് മസാല കേട്ടോ. ഇത് ഞാൻ പണ്ട് വാങ്ങി വെച്ചിരുന്നതാണ്. ഇത് ഇതിലേക്ക് ചേർക്കണില്ല, ഞാൻ കാണിച്ച എന്താണ്. ഇതേ ടേസ്റ്റ് തന്നെയാണ് ഈ മസാലയ്ക്കും കിട്ടുക. ഞാൻ ഇപ്പോൾ പൊടിച്ച് വെച്ച മസാല ഇല്ലേ, അതിലേക്ക് കിട്ടുക കേട്ടോ. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഈ പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് നമ്മൾ ചൈനീസ് നൂഡിൽസൊക്കെ ചേർക്കാറുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കണമെന്നുള്ള ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ചേർക്കണം. ഇനി നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നൂഡിൽസ് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കഴിക്കാൻ എളുപ്പത്തിന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് പൊടിച്ചെടുത്തു കൈ കൊണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം, 1 ടീസ്പൂണോളം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഈ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കാറ് നമ്മൾ ഓയിലൊക്കെ. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒരു 8 മിനിറ്റോളം ആയപ്പോഴത്തേക്ക് നമ്മുടെ നൂഡിൽസ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങനെ വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. കുഴഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് നന്നായി കിട്ടില്ല, ഉലർന്ന് കിട്ടില്ല. അപ്പോൾ ഒരുവിധം ഒരു മുക്കാൽ വേവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം, അതാണ് നല്ലത്. നന്നായിട്ട് വേവിച്ച് കിട്ടിയാലേ അതൊരു ടേസ്റ്റും കിട്ടില്ല, അത് ആകെ എന്താ പറയുക, പ്ലീ ആയിപ്പോവും. ഇനി നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പ് എടുക്കും. അരിപ്പയിലേക്ക് ഇത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നല്ല വെള്ളത്തിൽ 2 വട്ടം ഒന്ന് മുക്കിയെടുക്കും. വാഷ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ മുക്കിയെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു അരിപ്പയിലേക്ക് ഞാനതിൽ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ നൂഡിൽസൊക്കെ ഉലർന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളം 2 വട്ടം ഇങ്ങനെ ഒഴിച്ച് ഞാൻ എടുക്കുക ചെയ്തത്, അതുകൊണ്ട് നന്നായിട്ട് ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുക്കിംഗ്. കടായി ചൂടാക്കുക, അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഗോൾഡ് വിന്നർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുക്കുക, നമ്മൾ ഉടച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്ക്രാമ്പിൾ ചെയ്യില്ലേ, ഉപ്പൊക്കെ ഇട്ടിട്ട്, അത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അങ്ങോട്ട് സ്ക്രാമ്പിൾ ചെയ്യാം ഉപ്പ് ചേർത്തിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ പരുവം ഇത്ര ആയാൽ മതി. എന്നിട്ട് ഇത് നമുക്കൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിത് മാറ്റട്ടെ. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കടായിൽ തന്നെ കുറച്ചും കൂടി ബാക്കിയുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂണോളം ഓയിൽ ബാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മളുടെ സവാള, വെളുത്തുള്ളി, ബീൻസ്, ക്യാരറ്റ് ഐറ്റംസൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. പകുതി വഴറ്റിയാൽ മതി, നന്നായിട്ട് ഡ്രൈ ആയിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒന്ന് വാട്ടാവില്ലേ, ഞങ്ങളങ്ങനെ പറയാം, പച്ചമണമൊക്കെ പോണ സമയം, അത് അങ്ങനെ ആയി കിട്ടിയാൽ മതി. ഇതിലേക്കാണ് ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. തീയൊക്കെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക, കൂട്ടി അങ്ങോട്ട് വെക്കണ്ട, കരിഞ്ഞാൽ അങ്ങോട്ട് പോവും. മനസ്സിലായല്ലോ? ഇനി എന്താ, അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടു തുടങ്ങിയില്ലേ എല്ലാവരും. ഓണമൊക്കെ എത്താറായി, എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. നമ്മൾ കുറേ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നടന്നാൽ മതി, നാട്ടിൽ പോയിട്ട് നോക്കാം. പിന്നെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഒരു കറക്റ്റ് ടേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം നമ്മളുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഈ വെജിറ്റബിൾസിലൊന്ന് പറ്റണം. ഇത് പറ്റുക മീൻസ് വഴറ്റിയെടുക്കുക.
എല്ലാം അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇത് ഇളക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുണ്ട്. എൻ്റെ പാനിന് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചു. ശേഷം നമ്മുടെ മിക്സ് മസാലയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മിക്സ് മസാലയിൽ എന്തൊക്കെയാണ് നമ്മൾ ചേർത്തത്? നമ്മൾ മിക്സ് മസാലയിൽ ചിക്കൻ മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ഐറ്റംസ് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് മുളക് പൊടി 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഫുള്ളിങ്ങനെ മസാലയൊക്കെ ഈ മുട്ടയിൽ ഇങ്ങനെ പെട്ടാൻ വേണ്ടിയിട്ടുള്ള ഇളക്കലാണ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് മനസ്സറിഞ്ഞ് അങ്ങോട്ട് ഇളക്കിക്കോളുക. നന്നായിട്ട് യോജിച്ച് കിട്ടണം. കാരണം ഇല്ലെങ്കിൽ ആ മുട്ടയ്ക്ക് ഉപ്പ് മാത്രമല്ല ഉണ്ടാവുള്ളൂ, മസാലപ്പൊടിയുടെ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കണം. ഇതിലും നന്നായിട്ട് മസാലകൾ പിടിക്കണം. നന്നായിട്ട് ഇളക്കട്ടെ. അപ്പോൾ ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം പഞ്ചസാര നമ്മൾ പറഞ്ഞിരുന്നു, അതും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ ഇളക്കലിലാണ് ഈ മസാലകളൊക്കെ പിടിക്കുക. അതാ ഒരുവിധം ഇളക്കി ഞാൻ യോജിപ്പിച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു കളർ വരേണ്ടത്. ഇതെൻ്റെ രീതിയാണ്. ഇതുപോലെ കിട്ടും. നമ്മളെ നൂഡിൽസ് ഇവിടെ റെഡിയായി. കുറച്ച് ഡാർക്ക് കളർ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഈ ലൈറ്റിൻ്റെ പ്രശ്നമാണ്. ഇത്ര ഡാർക്ക് ഇല്ല, കുറച്ച് കളർ കുറവ് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചൂടോടെ കഴിക്കണ്ട, കുറച്ചൊന്ന് ആറി കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ ചൂടോടെ കഴിക്കണവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഇങ്ങനെ കഴിക്കാം. ചൂട് വേണം എന്നില്ലാത്തവർ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് ഒന്ന് സെറ്റായി വരണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് സോസ് കൂട്ടി അങ്ങോട്ട് കഴിക്കാം. ഇത് നമ്മളുടെ അടിപൊളി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോട്ടെ. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ എത്തുന്നതായിരിക്കും. ടാറ്റാ, താങ്ക് യു.